നമ്മൾ മലയാളികൾ ഭക്ഷണ കാര്യത്തിൽ സ്വകാര്യ അഹങ്കാരമായി കൊണ്ടു നടക്കുന്ന ഒരു ഭക്ഷണ വസ്തുവാണ് കപ്പ അഥവാ മരച്ചീനി. പക്ഷേ ഈ മരച്ചീനിയുടെ ജന്മസ്ഥലം കേരളമല്ല എന്ന് എത്ര പേർക്കറിയാം? എന്നാൽ കേട്ടോളൂ, കപ്പ എന്ന ഭക്ഷണ വസ്തുവിൻ്റെ ജന്മനാട് വടക്കേ അമേരിക്കയാണ്. വടക്കേ അമേരിക്ക രാജ്യമായ ബ്രസീൽ, പെറു എന്നീ സ്ഥലങ്ങളിലാണ് കപ്പ ഉത്ഭവിച്ചത്. പിന്നീട് അവിടെ നിന്ന് മലേഷ്യയിലേക്ക് കപ്പ വരികയും അവിടുന്ന് ശ്രീലങ്കയിലേക്ക് കപ്പ കൃഷി വ്യാപിപ്പിക്കുകയും പിന്നീട് അവിടെ നിന്നാണ് കേരളത്തിലേക്ക് ഈ കപ്പ എത്തുന്നത്. കപ്പയെ ശ്രീലങ്കയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിക്കുന്നത് തിരുവിതാംകൂർ രാജവംശമായിരുന്നു. എന്തിനാണ് ശ്രീലങ്കയിൽ എത്തിപ്പെട്ട മരച്ചീനിയെ രാജാവ് കേരളത്തിലെത്തിച്ചതെന്നറിയാമോ? അതിൻ്റെ പുറകിൽ നാട്ടിൽ ആ സമയത്തുണ്ടായ കൊടിയ പട്ടിണിയുടെ കഥയുണ്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് മരച്ചീനി കേരളത്തിലെത്തുന്നത്. അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന വിശാഖം തിരുനാൾ രാമവർമ്മയാണ് ഭക്ഷ്യസുരക്ഷയ്ക്കായി കപ്പയെ കേരളത്തിലേക്ക് എത്തിച്ച് കൃഷി ചെയ്യുന്നത്. കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും അന്ന് നെല്ലിന് ക്ഷാമം അനുഭവപ്പെട്ടിരുന്നു. നെല്ല് പ്രധാന ആഹാരമായിരുന്നെങ്കിലും അതിൻ്റെ കൃഷി ചെലവേറിയതും കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് ഏറെ ബാധിക്കപ്പെടുന്നതുമായിരുന്നു. ഇതിനെ മറികടക്കാൻ മഹാരാജാവ് എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന ഒരു പരിഹാരം അന്വേഷിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അന്നത്തെ തിരുവിതാംകൂറിൽ കപ്പ കൃഷി രാജാവിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത്. എന്നാൽ മലയാളികളുടെ സ്ഥിര സ്വഭാവം പോലെ നമ്മൾ അന്നും കപ്പയെ അത്ര പെട്ടെന്ന് സ്വാഗതം ചെയ്തില്ല. പുതിയൊരു ഭക്ഷ്യവിഭവം നാട്ടിലെത്തിയത് ജനങ്ങൾ അറിഞ്ഞെങ്കിലും അതിൻ്റെ കൃഷി ജനങ്ങളിൽ അത്ര പെട്ടെന്ന് സ്വാധീനവും ചെലുത്തിയില്ല. ഇതറിഞ്ഞ മഹാരാജാവ് ഒടുവിൽ സ്വന്തം സ്ഥലങ്ങളിലെല്ലാം മരച്ചീനി കൃഷി ആരംഭിക്കുകയായിരുന്നു. ജനങ്ങൾക്കിടയിൽ കപ്പയ്ക്ക് മരണക്കിഴങ്ങ് എന്നൊരു പേര് അന്നുണ്ടായിരുന്നു. ഇതിൽ വിഷമുണ്ടെന്ന് ആരോ അന്ന് പ്രചരിപ്പിച്ചു. ആദ്യം തിരുവിതാംകൂർ ഭാഗത്താണ് ഈ വിഷമുണ്ടെന്നുള്ള സംഭവം പ്രചരിച്ചത്. താൻ ഭക്ഷ്യസുരക്ഷയ്ക്കായി കൊണ്ടുവന്ന കപ്പയിൽ വിഷമുണ്ടെന്ന് നാട്ടിൽ പ്രചരിച്ചത് വിശാഖം തിരുനാൾ രാമവർമ്മയെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു. ഒടുവിൽ അദ്ദേഹം തൻ്റെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഈ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാൻ തന്നെ തീരുമാനിച്ചു. തൻ്റെ കൊട്ടാരത്തിൻ്റെ ഉദ്യാനങ്ങളിൽ കൃഷി ചെയ്തിരുന്ന മരണക്കിഴങ്ങ് എന്ന് ജനങ്ങൾ വിളിച്ചിരുന്ന കപ്പ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് കഴിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. രാജാവിൻ്റെ ഈ സാഹസം കാണാൻ വേണ്ടിയിട്ട് അന്ന് തിരുവിതാംകൂറിൽ നിന്നുള്ളവരും അന്ന് ആ ഭാഗത്തുണ്ടായിരുന്ന വിദേശികളും അയൽ രാജ്യക്കാരും അന്ന് കൊട്ടാരത്തിൽ എത്തി. അന്ന് അവിടെ കൂടിയിരുന്ന ആയിരക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് മഹാരാജാവ് ഈ കപ്പ തിന്ന് അവരെ കാണിച്ചു കൊടുത്തു. ഇത് മരണക്കിഴങ്ങ് അല്ല എന്നും ഇതിൽ വിഷമില്ല എന്നും ഇത് എല്ലാവരും കൃഷി ചെയ്യണമെന്നും രാജാവ് അന്ന് വിളംബരം ചെയ്തു. പിന്നീട് കേരളത്തിൽ മുഴുവൻ കപ്പയ്ക്ക് വലിയ പ്രചാരം ലഭിച്ചു. ഏകദേശം 1880-ൻ്റെ മധ്യത്തോടെയാണ് കപ്പയ്ക്ക് വലിയ പ്രചാരം കേരളത്തിൽ ലഭിക്കുന്നത്. കപ്പയ്ക്ക് വലിയ പ്രചാരം ലഭിച്ചതിന് ശേഷം ചരിത്രം പിന്നീട് അങ്ങ് മാറുകയായിരുന്നു. ചരിത്രം രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: പണ്ട് കാലങ്ങളിൽ കേരളത്തിൽ വലിയ തോതിൽ ഭക്ഷ്യക്ഷാമം നേരിട്ടപ്പോൾ എല്ലാം ഈ കപ്പയാണ് നമ്മുടെ പൂർവികരുടെ വിശപ്പ് അകറ്റിയതെന്നാണ് ചരിത്രം. പിന്നീട് കേരളത്തിൽ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ഒരുപാട് കപ്പ കൃഷി ചെയ്തിട്ടുണ്ട്. തിരുവിതാംകൂറിലാണ് കപ്പ കൃഷി അതിഭീകരമായിട്ട് വ്യാപിച്ചത്. രാജാവ് കൃഷി ആരംഭിച്ച് 10 വർഷം കഴിഞ്ഞപ്പോഴേക്കും തിരുവിതാംകൂർ ഭാഗത്ത് മാത്രം 17 തരം കപ്പകൾ കൃഷി ചെയ്തിരുന്നു. ഇതിൽ പലതിനും അവിടുത്തെ സ്ഥലപ്പേരുകളാണ് കൊടുത്തിട്ടുള്ളതെന്നതും ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ്.